Hi students, today we are going to learn about some topics from the Unit 3 of Environmental Physics. The contents we are going to discuss are environmental impact assessment, environmental ethics, environmental laws and constitutional provisions to control pollutions in India, and the environmental laws include some topics. They are the General Acts, Water Act, Air Act, Wildlife Protection Act, Forest Conservation Act, Environmental Protection Act. So the first topic is environmental impact assessment. EIA is a systematic study to predict the effect of a proposed project or activity on the environment. അതായത് ഒരു നിർദ്ദിഷ്ട പ്രൊജക്റ്റിൻ്റെയോ പരിസ്ഥിതിയുടെ പ്രവർത്തനത്തിൻ്റെയോ എഫക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു ചിട്ടയായ പഠനമാണ് EIA എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. And the benefits of EIA are protection of environment through environmentally friendly projects, optimum utilization of resources, saving of time and cost of project. അതായത് EIA വരുന്ന എല്ലാ പ്രൊജക്റ്റിൻ്റെയും മാർഗങ്ങൾ കമ്പയർ ചെയ്യും ഇൻ ടേംസ് ഓഫ് കോസ്റ്റ്, എൻവിറോൺമെൻറ്റൽ ബെനഫിറ്റ്സ്. ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് ദ ബെസ്റ്റ്, ഏറ്റവും മികച്ചതായിരിക്കും അതിന് സെലക്ട് ചെയ്യുന്നത്. And EIA started in India during 1976 to 77 time period, examining various River Valley projects. ഇനി നമ്മൾ കാണാൻ പോകുന്നത് the steps in EIA. There are 8 steps in EIA. They are screening, scoping, impact analysis, mitigation, reporting, review of EIA, decision making and post monitoring. You just memorize these 8 words as 8 keywords. So we are gonna discuss each topic one by one. So the first step is screening. This stage determines whether the proposed project requires an EIA, and if it does, then the level of assessment required. That is, this is like a selection process. അതായത് നമ്മൾ നിർദ്ദേശിക്കുന്ന പ്രൊജക്റ്റിന് EIA ആവശ്യമാണോ, ആവശ്യമാണെങ്കിൽ ഏതൊക്കെ ലെവൽ ഓഫ് അസസ്മെൻ്റ് ആണ് ആവശ്യം എന്ന് തീരുമാനിക്കുന്ന ഒരു സ്റ്റേജാണ് സ്ക്രീനിങ്. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് സ്കോപ്പിംഗ്. ഇറ്റ് ഈസ് ദ സ്റ്റെപ്പ് ഇൻ വിച്ച് ഐഡൻറ്റിഫൈസ് ദ മേജർ ഇഷ്യൂസ് that are to be further investigated and define the time limit of the study. അതായത് ഇനി നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ഈ പഠനത്തിൻ്റെ സമയപരിധി, ഇതെല്ലാം പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് സ്കോപ്പിംഗ്. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇമ്പാക്റ്റ് അനാലിസിസ്. ദിസ് സ്റ്റേജ് ഐഡൻറ്റിഫൈസ് ആൻഡ് പ്രെഡിക്റ്റ് the potential environmental and social impact of the proposed project and evaluate its importance. അതായത് ഈ ഘട്ടത്തിൽ നമ്മൾ നിർദ്ദേശിച്ച പ്രൊജക്റ്റിൻ്റെ പാരിസ്ഥിതികമായിട്ടും സാമൂഹികപരമായിട്ടുള്ള ഇമ്പാക്റ്റ് അനാലിസ് ചെയ്യും, അത് പ്രെഡിക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുത്ത പ്രൊജക്റ്റിൻ്റെ പ്രാധാന്യം വിലയിരുത്തുന്ന ഒരു ഘട്ടമാണ് ഇമ്പാക്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് മിറ്റിഗേഷൻ. ഇൻ ദിസ് സ്റ്റെപ്പ് recommends the actions and reduce the possible adverse environmental consequences of the proposed project. അതായത് നിർദ്ദിഷ്ട പ്രൊജക്റ്റിൻ്റെ സംഭവിക്കാനിടയായിട്ടുള്ള പ്രതികൂലമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കുറയ്ക്കാനും അതിനുവേണ്ട നടപടികൾ ശുപാർശ ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പാണ് മിറ്റിഗേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് റിപ്പോർട്ടിംഗ്. സോ ഇൻ ദിസ് സ്റ്റെപ്പ് presents the report of EIA in a format of a report to the decision making body. അതായത് ഇതുവരെയുള്ള EIAയുടെ റിസൾട്ടുകൾ ഒരു റിപ്പോർട്ടിൻ്റെ രൂപത്തിൽ ഡിസിഷൻ മേക്കിംഗ് ബോഡിക്ക് പ്രസൻറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് റിവ്യൂ ഓഫ് EIA. ഇറ്റ് എക്സാമിൻസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദി EIA റിപ്പോർട്ട് ആൻഡ് പ്രൊവൈഡ്സ് ദ ഇൻഫോർമേഷൻ നെസസറി ഫോർ ഡിസിഷൻ മേക്കിംഗ്. അതായത് നമ്മൾ തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് എത്രമാത്രം എഫക്റ്റീവാണ് പരിശോധിക്കുകയും അതുപോലെ ഇറ്റ് പ്രൊവൈഡ്സ് ദ ഇൻഫോർമേഷൻ നെസസറി ഫോർ ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ ഡിസിഷൻ മേക്കിങ്ങിനുള്ള നെസസറി അത്യാവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് റിവ്യൂ ഓഫ് EIA. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിസിഷൻ മേക്കിംഗ്. ദിസ് ഈസ് എ സ്റ്റെപ്പ് ഇൻ വിച്ച് ഡിസൈഡ്സ് whether the project has to be rejected, approved or needs further change.
അതായത് പ്രൊജക്റ്റ് റിജക്റ്റ് ചെയ്യണോ, അപ്രൂവ് ചെയ്യണോ അല്ലെങ്കിൽ ഫർദർ ചേഞ്ച് വരുത്തണോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഡിസിഷൻ മേക്കിംഗ്. So the next step is post-monitoring. It ensures that the impact of the project do not exceed the legal standards and implementation of the mitigation measures are in accordance with the EIA report. അതായത് നമ്മുടെ പ്രൊജക്റ്റ് നിയമപരമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സിൻ്റെ അകത്താണ്, ആ സ്റ്റാൻഡേർഡ്സ് കവിഞ്ഞു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ഘട്ടത്തെയാണ് പോസ്റ്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. So these are the 8 steps in EIA. It is important you just memorize the 8 words, 8 steps and have an idea of each step. Next we are going to discuss about environmental ethics. So environmental ethics is a part of environmental philosophy which deals with the ethical relationship of human beings with the natural environment. അതായത് എൻവിറോൺമെൻറ്റൽ എത്തിക്സ് എന്ന് പറയുന്നത് എൻവിറോൺമെൻറ്റൽ ഫിലോസഫിയുടെ ഒരു പാർട്ടാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു എത്തിക്കൽ റിലേഷൻഷിപ്പ് ആണ് എൻവിറോൺമെൻറ്റൽ എത്തിക്സ് എന്നുദ്ദേശിക്കുന്നത്. Environmental ethics emerged in 1970s due to the increased awareness of the impact of rapidly growing world population, subsequent increase in pollution, use of pesticides, global warming, ozone leak, deforestation, etc. അതായത് 1970s എൻവിറോൺമെൻറ്റൽ എത്തിക്സ് എമേർജ് ചെയ്തത്. വേൾഡ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതുപോലെ പൊല്യൂഷൻ്റെ നിരക്ക് കൂടുമ്പോൾ, ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ലീക്ക്, ഡീഫോറസ്റ്റേഷൻ, ഇതിനെല്ലാം വേണ്ടിയിട്ട് ഒരു അവെയർനെസ് എന്ന രീതിക്കാണ് എൻവിറോൺമെൻറ്റൽ എത്തിക്സ് 1970s എമേർജ് ചെയ്തത്. That is, in view of such concerns like global warming, ozone leak, deforestation, use of pesticides, and increase in pollution, environmental ethics define our moral and ethical obligation towards the environment. അതായത് ഗ്ലോബൽ വാർമിങ്ങും ഡിഫോറസ്റ്റേഷനും യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഇതെല്ലാം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എൻവിറോൺമെൻറ്റൽ എത്തിക്സ് എന്ന് പറയുന്നത് മനുഷ്യർക്ക് പ്രകൃതിയോടുണ്ടാവേണ്ട ഒരു മോറൽ ഒബ്ലിഗേഷനാണ്. At the same time, human values become a factor when looking at environmental ethics. Human values are unique to each individual because not everyone assign the same importance on each element of life. So, environmental ethics together with human value is a challenging philosophical topic that defines our interaction with the environment. So that's all about environmental ethics. So in short, environmental ethics എന്ന് പറയുന്നത് മനുഷ്യന് പ്രകൃതിയോടുണ്ടാവേണ്ട കടമകൾ നിറവേറ്റാനായിട്ട് രൂപം കൊണ്ട ഒരു എൻവിറോൺമെൻറ്റൽ ഫിലോസഫിയുടെ ഭാഗമാണ് എൻവിറോൺമെൻറ്റൽ എത്തിക്സ്. So the next topic is environmental laws and constitutional provisions to control pollutions in India. United Nations Conference on Human Rights held at Stockholm in 1972 led to a global consciousness for the protection of environment. അതായത് 1972 സ്റ്റോക്ക്ഹോമിൽ വെച്ച് നടന്ന യുണൈറ്റഡ് നേഷൻ കോൺഫറൻസിൽ വെച്ചിട്ടാണ് പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ഗ്ലോബൽ വൈഡ് ഒരു അവബോധം ക്രിയേറ്റ് ചെയ്തത്. The major legislation relating to the environmental protection in India is made through 42nd Amendment, and this amendment added Article 48A and 51A to the Constitution. അതായത് ഗ്ലോബൽ വൈഡായിട്ട് സ്റ്റോക്ക്ഹോമിൽ വെച്ച് നടന്ന യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് പ്രൊട്ടക്ഷൻ ഓഫ് എൻവിറോൺമെൻറ്റ് ബേസ് ചെയ്തിട്ടായിരുന്നു. തുടർന്ന് ഇന്ത്യയിൽ 42nd അമെൻഡ്മെൻറ്റ് എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷനെ ബേസ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. ഈ 42nd അമെൻഡ്മെൻറ്റിൽ 2 ആർട്ടിക്കിൾസ് ആണ് 48A and 51A. And Article 48A directs the state to safeguard forest and wildlife of the country. അതായത് ആർട്ടിക്കിൾ 48A ഡീൽ ചെയ്യുന്നത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനും അതുപോലെ ഫോറസ്റ്റ് പ്രൊട്ടക്ഷനുമാണ്. ആൻഡ് ഇറ്റ് കംസ് അണ്ടർ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് ദി സ്റ്റേറ്റ് പോളിസി. And Article 51A imposes the duty of every citizen of India to protect natural resources including forest, lakes, rivers and wildlife.
It comes under the fundamental duties. അപ്പോൾ ആർട്ടിക്കിൾ 48A എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ കീഴിലും ആർട്ടിക്കിൾ 51A എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലും വരുന്നതാണ്. ആൻഡ് ആർട്ടിക്കിൾ 51A is to protect the natural resources. So that's all about today's class. So today we have discussed what is EIA, steps in EIA, what is environmental ethics, and introduction to environmental laws and constitutional provisions to control pollutions in India. So you go through the today's class and prepare some notes, some short notes about EIA steps and environmental ethics, and also on the constitutional provisions to control pollutions in India. And we will see in the next class. I hope you all understand the today's class. If you have any doubts, you can ask me and let me know. And I'm stopping today's class. Bye. Thank you for your listening.